മലയാള ചലച്ചിത്ര ലോകത്തും പൊതുസമൂഹത്തിനും വലിയ ചർച്ചാ വിഷയമായി മാറിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ നീതിക്കായുള്ള പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രതികരണങ്ങളാണ് സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മയിൽ നിന്നും പ്രമുഖ താരങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. കേസിൽ പ്രതിയായ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിന്യായത്തിനെതിരെ അതിജീവിത തുറന്നടിച്ചതോടെ അവർക്ക് പിന്തുണയുമായി വുമൺ ഇൻ സിനിമ കളക്ടീവ്, മഞ്ജു വാര്യർ, പൃഥ്വിരാജ് സുകുമാരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അണിനിരന്നു. വിധി കടുത്ത നിരാശയാണെന്ന് പ്രഖ്യാപിച്ച WCC ഇത് കേരളത്തിനുള്ള വിലക്കാണെന്ന രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. വിചാരണ കോടതിയുടെ വിധിക്കും നടപടികൾക്കുമെതിരെ അതിജീവിത തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പ് നിയമവൃദ്ധങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചലനമുണ്ടാക്കി. ഏകദേശം 8 വർഷത്തിലധികം നീണ്ട വേദനയും നിയമ പോരാട്ടവും നൽകിയ കൈപ്പേറിയ അനുഭവങ്ങളാണ് നടി ഈ കുറിപ്പിലൂടെ പൊതുസമൂഹവുമായി പങ്കുവച്ചത്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ താൻ ഇപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. ഈ പ്രസ്താവനയിലൂടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ സ്വാധീന ശക്തികളുടെ ഇടപെടലുകളെ കുറിച്ചുള്ള അതിജീവിതയുടെ ആശങ്കകൾ വ്യക്തമാകുന്നു. വിചാരണ കോടതിയുടെ വിധി പലരെയും നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ 2020 അവസാനത്തിൽ തന്നെ കോടതിയുടെ ചില അന്യായമായ നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നുവെന്നും അതിനാൽ ഈ വിധിയിൽ തനിക്ക് അത്ഭുതമില്ലെന്നും അവർ പറഞ്ഞു.